ഗായ്സ് വെൽക്കം ബാക്ക്. ഇന്നലെ അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട് മാച്ച്, വാട്ട് എ മാച്ച്. ഓ അർജന്റീന ഫാൻസിനെ സംബന്ധിച്ച് ഇന്നലെ ഒരു 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 ഒന്നൊന്നര രാത്രിയായിരുന്നു സംഭവം. കോഴിക്കോടൊക്കെ ഭയങ്കര സംഭവമായിരുന്നു ഗൈസ്. കുറെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. എന്റെ മോനെ, ഫസ്റ്റ് ഇംഗ്ലണ്ട് ഒന്ന് അടിച്ചപ്പം കയ്യിൽ നിന്ന് പോയി വിചാരിച്ചു, പക്ഷെ പ്രതീക്ഷ ഉണ്ടായിരുന്നു അർജന്റീന അല്ലേ, അറിയാം ഗോൾ അടിക്കുന്ന അറിയാം. പിന്നെ വേറെ സംഭവം എന്താ വെച്ചാല്, വേറെ ഒരു ഒന്നൊന്നര സീൻ ഉണ്ടായിരുന്നു ഇന്നലെ മെസ്സി ഡ്രിബിൾ ചെയ്ത് കട്ട് ചെയ്ത് പോകുന്ന സമയത്ത് രണ്ടെണ്ണത്തിന് കട്ട് ചെയ്ത് പോയി, അപ്പം തന്നെ ഒരു ഫൗളും വെച്ച് മെസ്സി കൊണ്ട് വീണുപോയി. അത് കഴിഞ്ഞിട്ട് അർജന്റീന ടീമൊക്കെ പാടെ ഇംഗ്ലണ്ട് ടീമിനെ അങ്ങോട്ട് പൊതിയുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു മോനെ. ഇത് ഈ മനസ്സിലാവില്ല. യജാതി സിനിമയിലൊക്കെ കാണാൻ മാതിരി തന്നെ ഒരു സീനായിരുന്നു. നായകനെ തല്ലുമ്പോ നായകനെ ടീം മൊത്തം വില്ലന്മാരെ അടിക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അതുമാതിരി സംഭവിച്ച കേസ് എന്നല്ല. യജാതി ആ ഒരു ഒന്നൊന്നര സീനേനി. മെസ്സിനെ ഫൗൾ വെച്ച് അർജന്റീന ടീമൊക്കെ പറഞ്ഞ വന്ന് ഇംഗ്ലണ്ട് ടീമിനോട് പൊതിയേനി. യാ സത്യം പറയാ, ഇനിയും മെസ്സിനെ കുറച്ചും കൂടി ചൊറിഞ്ഞ് കളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്റ്റേഡിയത്തിൽ നിന്ന് തന്നെ ആൾക്കാർ വന്നിട്ട് ഇംഗ്ലണ്ടിനെ അങ്ങോട്ട് പൊതിയും. ചിലപ്പോൾ അങ്ങനത്തെ സീൻ വരെ ഉണ്ടാവും. കാരണം മെസ്സിയാണിത്, മെസ്സിയാണ് അറിയാലോ, മെസ്സിയാണ്. അപ്പോൾ മെസ്സിനെ തൊട്ട് കളിച്ചാൽ ചിലപ്പോൾ കളി വേറെ രീതിയിൽ തന്നെ മാറി. ചിലപ്പോൾ ലോകകപ്പ് വരെ നിർത്തി വെക്കും. അങ്ങനത്തെ കുറച്ച് ഫാൻസുകാരുണ്ട് മെസ്സിക്ക്. ഓക്കെ 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 വേറെ ഇപ്പം എന്താ വെച്ചാൽ, ഇന്നലെ മെസ്സി അത് കഴിഞ്ഞപ്പോൾ മെസ്സിന്റെ ഒരു ആങ്കർ മോഡ് ഓണാക്കി. ആങ്കർ മെസ്സി എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് മെസ്സിന്റെ ഒരു മെസ്സിനെ നമ്മൾ ഓവർ ദേഷ്യം പിടിപ്പിക്കരുത്. ഇന്നലെ ബെല്ലിംഗം മെസ്സിനെ ചൊറഞ്ഞ് കളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിനനുസരിച്ച് മെസ്സി കൊടുത്തിട്ടുമുണ്ട്. ഒരു ഒന്നൊന്നര കൊടുക്കൽ മെസ്സി കൊടുത്തിട്ടുണ്ട്. മെസ്സിനെ ഓവർ ദേഷ്യം പിടിപ്പിക്കാതിരിക്കുക, അതാണ് ഓപ്പോസിറ്റുള്ള ടീം മാക്സിമം ചെയ്യേണ്ടത്. മെസ്സിനെ ദേഷ്യം പിടിപ്പിക്കണ്ട, മെസ്സിന്റെ ബൈക്ക് വിട്ടേക്ക്. അങ്ങനെയാണ് മെസ്സിനെ നിങ്ങൾ എന്താ പറയാ, ഓവർ ഫൗള് വെക്കുക, അല്ലെങ്കിൽ മെസ്സിനെ നിങ്ങൾ തടയേ, മെസ്സിന്റെ അടുത്ത് ബോൾ വാങ്ങി തടയേ, എന്താണ് ചെയ്യോ. മെസ്സിനോട് ഓവർ കയറി സംസാരിച്ചിട്ട് വെല്ലുവിളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും മെസ്സിനോട് ചെയ്യാതിരിക്കുക. ഓപ്പോസിറ്റുള്ള ടീം, അതാണ് മെസ്സിനോട് നിങ്ങൾ ചെയ്യേണ്ടത്. അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മെസ്സിക്ക് ഒരു സംഭവം വരാണ്ട്. അത് ഓണായിട്ടുണ്ടെങ്കിൽ, ആ ഒരു ആങ്കർ മെസ്സി മോഡ് ഓണായിട്ടുണ്ടെങ്കിൽ തീർന്നു. ഇന്നലെ ആ ഒരു സീനായിരുന്നു കണ്ടേക്കാം. ഇന്നലെ ആ ഒരു സീനായിരുന്നു ഇന്നലെ കണ്ടത്. ബെല്ലിംഗം നേരിട്ട് മെസ്സിനെ ചൊറിയാന്നാണ് കൊടുത്ത്, 2-1 കൊടുത്ത്, ഒരു ഒന്നൊന്നര ഗോളും ഒരു ഒന്നൊന്നര അസിസ്റ്റും, ഒരു 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 പട്ടാറ് മാച്ച്, ഒന്നര കൊടുക്കൽ കൊടുത്തു. ഇനി അങ്ങനെ ഫൈനൽ 20-ാം തീയതി സ്പെയിൻ അർജന്റീന. കുഴപ്പമില്ല, ജയിക്കാനും ജയിക്കാതിരിക്കാനും ചാൻസ് ഉണ്ട്. യമാല് ഒന്ന് കനിയേണ്ടി വരും ഗൈസ്. നമുക്ക് യമാലിനാണ് കുറച്ചൊരു ഇതാക്കണ്ടേ. സത്യം പറഞ്ഞാൽ ഞാൻ മെസ്സി ഫാനാണ്, യമാൽ ഫാനാണ്. എനിക്ക് മെസ്സി കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടം യമാലിനാണ്. യമാൽ ഒരു ഒന്നൊന്നര മുതലാണ്, നല്ല അടിപൊളി കളിയാണ്. അപ്പം മെസ്സി കഴിഞ്ഞ് എനിക്കിഷ്ടം യമാലിനാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ടാൾക്കാരും ഫൈനലിൽ ഇങ്ങനെ കളിക്കുകയാണ്, എതിർ ടീമായിട്ട്. എന്തായാലും ഞാൻ അർജന്റീന ഫാൻ ആയതുകൊണ്ട് അർജന്റീന ജയിച്ചാൽ മതിയായിരുന്നു ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ ജസ്റ്റ് ഒന്ന് താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. ജയിക്കുമായിരിക്കും അർജന്റീന. ഇന്നലത്തെ ആ ഒരു മാച്ച്, ഇന്നലും ആ ഒരു കിക്കെതിരെ പോയിട്ടില്ല. അർജന്റീന ഫാൻസിന് അത് ചിലപ്പോൾ മറക്കാൻ പറ്റാത്തൊരു മാച്ചായിരിക്കും. ഇംഗ്ലണ്ട് വേഴ്സസ് ആദ്യമായിട്ടാണ് അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട് കളിക്കുന്നത്. അതായത് മെസ്സി ഉള്ള സമയത്ത് അർജന്റീന, എനിക്ക് തോന്നുന്നു അതെ ആദ്യമായിട്ടാണ് മെസ്സി ഇംഗ്ലണ്ടിനോട് കളിക്കുന്നത്. എല്ലാവരും വിചാരിച്ച് ഈ ആദ്യമായിട്ടല്ലേ മെസ്സി ആദ്യമായിട്ടാണ് ഇംഗ്ലണ്ടിനോട് കളിക്കാൻ പോകുന്നത്. ഇത്രയും വലിയ ടീമാണ്, പൊട്ടും ഉറപ്പിച്ചു. ഹൈറ്റേഴ്സൊക്കെ ഭയങ്കര പൊട്ടും, നീ പോടാ, നീ പൊയ്ക്കു, അർജന്റീനക്ക് വിട്ടു, നീക്ക് തോറ്റ് എന്ന് പറഞ്ഞ ഒരു ഹൈറ്റേഴ്സൊക്കെ അങ്ങനെ എന്താ പറയാ, പൊയ്ക്കോ നിങ്ങൾ തീർന്ന്. ബ്രസീലും പോർച്ചുഗൽ ഫാൻസൊക്കെ എന്താ, ഫ്രാൻസും അതുമാതിരി തന്നെ ബ്രസീൽ ടീമും പോർച്ചുഗൽ എല്ലാവരും ഹൈറ്റേഴ്സ് മെസ്സിനോട് പൊട്ടിയടാ, ആദ്യമായിട്ടാണ് ഇംഗ്ലണ്ടിനോട് കളിക്കാൻ പോണത്. കെയിനും ബെല്ലിങ്ങൊക്കെ അടിച്ച് തീർക്കും, ഒന്നും ചെയ്യാൻ പറ്റൂല. കുറെ എണ്ണം മറ്റേ അമ്പലത്തിലൊക്കെ പോയിട്ട് പൂജികനൊക്കെ കണ്ടിക്കണ് മെസ്സിനൊക്കെ എന്തൊക്കെ അർജന്റീന പൊട്ടാനൊക്കെ വേണ്ടിയിട്ട്. ഏതൊക്കെ അതൊക്കെ ആ നീ
കൊടുത്ത് അണ്ണാക്ക് കൊടുത്ത് 2-1 അണ്ണാക്ക് കൊടുത്ത്. ഉം. ഉം. വേണ്ടത്ര പരിചയമില്ലാത്ത ആളാണത്. നിങ്ങൾക്ക് വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു ആളെ, മെസ്സിനെ. പോട്ടെ, അർജന്റീന ടീമിനെ ഇത്രയും കളിക്കാൻ കഴിയെങ്കിൽ പിന്നാണ് ഇംഗ്ലണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ലോകകപ്പ് അടിക്കാൻ കഴിഞ്ഞെങ്കിൽ പിന്നെ എന്ത് ഇംഗ്ലണ്ട്, വലിയ ഇംഗ്ലണ്ട് ആയിട്ട് വന്നേക്കുന്നു. ഇനി അങ്ങനെ ഫൈനൽ മാച്ച് 20-ാം തീയതി ഫൈനലിൽ ഗൈസ് 20-ാം തീയതി. ഇതും കൂടി കഴിഞ്ഞാൽ പോവാണ് ഗൈസ്, എല്ലാവരും പോവാണ്. മെസ്സി ഇല്ല, ക്രിസ്ത്യാനോ ഇല്ല, നെയ്മർ ഇല്ല, ഹാരി ഇല്ല, മോഡിച്ച് ഇല്ല, എല്ലാവരും പോവാണ്. എല്ലാവരും പടിയിറങ്ങി. ഇനി നമ്മൾ ആരെ ഫൈറ്റ് ചെയ്യും, അല്ല ആരെ ഫ്ലക്സ് വെച്ചും ആരെ പേരും പറഞ്ഞ് തമ്മി തല്ലും? ഇല്ല ഗൈസ്, കഴിയും. എല്ലാം അവസാനിച്ചു ഗൈസ്. ഈ ഒരു വേൾഡ് കപ്പോട് കൂടി, ഈ 20-ാം തീയതിയോടു കൂടി എല്ലാം അങ്ങ് അവസാനിക്കുകയാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ ജസ്റ്റ് ഒന്ന് താഴ്ന്ന് കമന്റ് ചെയ്യും. ഓക്കെ.